എന്താ മമ്മി, ഡാഡിക്ക് എപ്പോഴും ഇല്ലാത്തൊരു ടെൻഷൻ? അല്ല മമ്മി, ഞാൻ ഡാഡിയെ ഇതുവരെ കണ്ടതുപോലെ അല്ല. നീ മിണ്ടാതെ പോയിരുന്ന് പഠിക്ക്. മറ്റന്നാളല്ലേ എക്സാം തുടങ്ങുന്നത്. ഈ പട്ടിക്കാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണാവോ വരുന്നത് എനിക്കറിയില്ല. പോയിരുന്ന് പഠിക്കേ. ഞാനെല്ലാം പഠിച്ചതാ മമ്മി. ദേ പെണ്ണെ, നിന്നെ സ്കൂളിൽ ചേർത്തതിന് ശേഷം ഒരു 100 ട്രാൻസ്ഫർ ആയി. പ്രോഗ്രസ് റിപ്പോർട്ട് വരുമ്പോ അറിയാം വിവരം. എനിക്കാ നാണക്കേട്, കേട്ടല്ലോ. TV ഓഫ് ചെയ്ത് പോയിരുന്ന് പഠിച്ചേ. മോളേതാ? ഞാൻ ഈ സ്കൂളിലെ പുതുതായിട്ട് വന്ന ടീച്ചറാ. ഇവിടെ താമസം? ഇവിടുന്ന് 3ാമത്തെ വീട്. ആ മാത്യൂസിന്റെ വീട്ടിലാ? അതെ ചേട്ടാ, ഒരു 100 രൂപയ്ക്ക് ചില്ലറ തരാവോ? അതിനെന്താ, കൊണ്ടുവാ. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. ഇയാളാരാ? ഇപ്പൊ കക്കാനും തുടങ്ങിയോ? നിക്ക്, ഞാൻ പോലീസിനെ വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഷാജു ജോർജ്, SI അഗളി. എനിക്ക് അപർണയുടെ മുറിയൊന്ന് കാണണം. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകളാ സാർ അവള്. അവളെ കൊന്നവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം സാറേ. അപർണയുടെ ഘാതകർ എത്ര വമ്പന്മാരായാലും ശരി, ഞാൻ അവരെ പൊക്കിയിരിക്കും. ഷുവർ. എന്നാ ഞാൻ വരട്ടെ. ശരി. ഹലോ ഡാഡി, ഡാഡി എവിടെയാ? നമ്മളിന്ന് പുറത്തു പോകാന്ന് പറഞ്ഞതല്ലേ? ഡാഡി മറന്നോ? ഓക്കെ, മോള് മമ്മിക്ക് ഫോൺ കൊടുത്തേ. മമ്മി, മമ്മി, ദേ ഡാഡി. ഹലോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മോളെ കൊണ്ട് ആവശ്യമില്ലാതെ ഫോൺ ചെയ്യിക്കരുതെന്ന്. ഇഡിയറ്റ്. ശരി, വണ്ടി എടുക്ക്. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതില്ലേ മക്കളെ? മാളി ചേച്ചി, ഡാഡി, ഇതാണ് കൊല ചെയ്യപ്പെട്ട അപർണയുടെ അച്ഛൻ. സാർ, എന്റെ മകള്. ഡാഡി, ഡാഡി ഇവരെ ഒന്ന് സഹായിക്കണം. ഞാൻ വേണ്ടത് ചെയ്യാം. വേറെ എന്തെങ്കിലും സഹായം? പോയിട്ട് വരാം സാർ. എന്നാ പോയിക്കോളൂ. ശരി സർ. ശരി ചേച്ചി. പറയടാ, സത്യം പറയടാ. സ്വർണ്ണം പണം ഇവിടെ വെച്ചിരിക്കുന്നെ. പറയടാ. പറയില്ലേ? പറയടാ. ഇവിടെ വെച്ചേക്കുന്നത്. അവൻ പറയില്ല. ഞാൻ വരാം. സാർ, കേശവൻ ചേട്ടൻ ഒന്ന് മാറിയെന്നേ. ശരി സാർ. സത്യം പറയടാ റാസ്കൽ. നീ പറയില്ലേ? സത്യം പറയടാ. എന്താടാ തെണ്ടി നോക്കി പഠിപ്പിക്കുന്നോ? സത്യം പറയാൻ. ഞാൻ ആക്ക് നിന്നോടൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ നിന്റെ അപ്പനോട് പറഞ്ഞില്ലേ?
പണ്ട് നിന്റെ അപ്പ എന്നെ വെറുതെ തല്ലിയിട്ടുണ്ട്. മാതി തൂങ്ങിച്ചത്തന്ന് പാടിക്ക് വന്നപ്പോ. മാതി തൂങ്ങി മരിച്ചെന്നോ? എങ്ങനെ? അന്തപ്പ മോലാന്റെ മോന് ഗർഭമുണ്ടാക്കിയിട്ട് എന്നിട്ട് മാതി തൂങ്ങിച്ചത്ത്. അപ്പ സ്കൂൾ പോകാൻ പറഞ്ഞു, സ്കൂൾ പോയില്ല. അന്ന് സ്കൂളിൽ നിന്ന് ഉപ്മാവൊക്കെ കിട്ടും. അന്ന് ഞങ്ങളാരും പോകാതിരുന്നിട്ട് അതെനിക്ക് ഓർമ്മയില്ല. എനക്ക് ഓർമ്മയുണ്ട്, എനക്ക് നല്ല ബുദ്ധിയാണ്, എനക്ക് ഓർമ്മയുണ്ട് കേട്ടാ. ഇവനെന്താടോ വാറുണ്ണിക്ക് പുട്ടുറുമീസിലുണ്ടാവനാണോ? ശാപം. അതെ സാർ, അവന്റെ വിചാരം നമ്മളൊക്കെ അവന്റെ കുടുംബക്കാരാണെന്നാ. ഹലോ, ആ അതെ. ഓ ശരി ശരി. മേനക്കെടുത്താനായിട്ട്. എടോ, ആ പൈസയും സ്വർണം കിട്ടിയെന്ന് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന്. ഛേ, അവനെ പറഞ്ഞു വിട്ടേക്ക്. സർ. എന്താ ഇത്? സോറി സർ. യൂണിഫോം പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ സർ. ഇവനേതാ? സർ, അതൊരു കളവ് കേസിൽ പിടിച്ചോണ്ട് വന്നതാ. സാധനം കിട്ടിയെന്ന് ഉടമസ്ഥർ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാ പിന്നെ പറഞ്ഞു വിട്ടൂടെ? സർ. ഡോ, ഇയാളെ വെക്കോ. എനക്ക് വഴി അറിയില്ല തിരിച്ചു പോകാൻ. ആനിവിടെ നിന്നോളാം. എനക്ക് തിന്നാൻ എന്തെങ്കിലും തന്നാ മതി. ആ, അതിന് നിനക്ക് വല്ല പണി അറിയോ? ആന് തേനെടുക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പോയി കുറച്ച് തേനെടുത്തോണ്ടോ. എന്നാ ആന് പോയി കൊണ്ടുവരാ. അജ്ജോടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ ചെല്ലേ. ഈ കേസാ ഞാനെന്ന് പറഞ്ഞില്ലേ, അന്ന് രണ്ടുപേരെ പ്രതികളായിട്ട്. അതാ ഷോ, ദേ വരുന്നു മാരണം. മറ്റേ ചെക്കനെവിടെ? ഞാൻ ഓൻ വന്നിട്ട് ഓൻ പറഞ്ഞിട്ട് വന്നത്. സാർ ഇവിടെ ഇല്ല, നീ പോയിട്ട് പിന്നെ വാ. ഞാൻ ഓൻ വന്നിട്ട് താനെ പോണത്. നീ അവിടെ എങ്ങനെ പോയിരിക്കെ. മറ്റേ ചെക്കൻ വന്നിട്ട് പോയാൽ മതി. ചെക്കൻ അവന്റെ തേൻ. മനുടേ, നീ തേനെടുത്ത് മാറ്റി വെച്ചേ. ഇതിപ്പോ വല്ലാത്തൊരു പോലീസ് ജീപ്പ്. എന്താടാ ഇവിടെ? സാർ, ഞങ്ങള് കുളിക്കാൻ വന്നതാ. ഇവിടെ നിന്ന് ശിർവാണിയിലേക്ക് പോകാനുള്ള എളുപ്പ വഴി ഏതാ? എടുക്ക്. சொல்லப்பா சொல்லு. என்ன புது விசேஷம்? സൗഖ്യമാ இருக்கு സർ. அப்ப ஞாபகம் இருக்குல்லையே? ഈ ഫോൺ കോളിൽ ഏതാവത് ഇരിക്കില്ല? എനിക്ക് தெரியுமடா. സർ, ഒരു നിമിഷം. சொல்லுங்க சார். சார், அது வந்து நம்ம பழைய வியாபாரம் கண்டினியூ பண்றதுக்கு 4 பசங்களை கிடைச்சிருக்கு. அவன் நம்ம கையில ஒதுங்கும். அவ வெளியில வரமாட்டா. எந்த தொந்தரவும் இல்லாம நான் பாத்துக்கிறேன். ஆட எங்க அப்பா, அப்படி ஆயிருந்தா பின்ன எனக்கண்ணா? செலவு எந்ததாயிடும் சரி, அது நாளை எடுத்துக்கிறேன். അതിന് കിടക്കറ പണം പാതി പാതി. அது ஒரு சின்ன காரியம். பழைய மாதிரி அங்க தங்கிறது கஷ்டம். இப்ப பிசினஸ் எல்லாம் ரொம்ப தொந்தரவு. நீ வேலைக்கு முடிவது செய். எப்பதாவது டைம் கிடைச்சா நான் என்ஜாய் பண்ணதுக்கு அங்க வரும். ആ, നീ വന്നോ? ഉനാക്ക് തേൻ വേണമെന്ന് പറഞ്ഞിട്ട് നീ എങ്ക പോയിരുന്നാച്ച്? എവനെ പറഞ്ഞു വിട്ടില്ലേടോ? എടോ, ഇത് നോൺ ബെയിലബിൾ ഒഫൻസാ. സർ. എടോ, ഇവൻ ആദിവാസിയാ. പീഡനത്തിനകത്താവേ. താൻ മാത്രമല്ല, എല്ലാരും. ജാമ്യം ഇല്ലാത്ത വകുപ്പായത്. ആശൻ, എവിടാന്ന് വെച്ചാ കൊണ്ടുവിടെ. ശരി സർ.